surfaces. The experimental study title the experimental study of the distribution of energy in the spectrum of a black body. In the spectrum of a black body. ഇപ്പൊ നമുക്കൊരു ബ്ലാക്ക് ബോഡിയുടെ സ്പെക്ട്രം വരയ്ക്കണം. അതൊരു എക്സ്പെരിമെന്റിലൂടെ ചെയ്തിട്ട് അതിൻ്റെ സ്പെക്ട്രം വരച്ചിട്ട് അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ദിസ് എക്സ്പെരിമെന്റ് ഈസ് ഇൻവെസ്റ്റഡ് ബൈ 1, 2, 3, 4, 5 5 സയന്റിസ്റ്റ്. പാസ്റ്റൺ, ല്യൂമർ, പ്രിങ്ഷെയും, PRING, SHEIM, റൂബൻസ് ആൻഡ് കേൾബാം. ഇത്രയും സയന്റിസ്റ്റ് ആണ് ആക്ച്വലി ഈ എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്തത്. ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കണേ, എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെയാണെന്ന് പഠിക്കണം. സോ നമ്മളൊരു കാർബൺ ട്യൂബ് എന്ന് പറയാൻ നമുക്കറിയാം, അതാണ് ഇവിടെ നമ്മളുടെ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം ലെറ്റ് കൺസിഡർ C, ക്യാപിറ്റൽ C ആയിട്ട് എടുക്കാം. ക്യാപിറ്റൽ C ഈസ് എ ഹൈലി ഇലക്ട്രിക്കലി ഹീറ്റഡ് കാർബൺ ട്യൂബ്. അപ്പം ഇലക്ട്രിക്കലി, അതായത് ഒരു വൈദ്യുതി, ഒരു കറണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ചൂടാക്കിയിരിക്കുന്ന ഒരു കാർബൺ ട്യൂബാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോഡി. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി എന്നുള്ള റേഡിയേഷൻ ഇപ്പോൾ കൺസിഡർ ചെയ്യാതെ ഇവിടെ ഒരു പെർഫെക്റ്റ്ലി ഒരു ബ്ലാക്ക് ആയ ട്യൂബ്, നമ്മളൊരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതിലോട്ട് കൊടുത്ത് അത് ഹൈലി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ്. അപ്പം ഇതിനെ നമുക്ക് C എന്ന് എഴുതാം. ഇതിൽ നിന്നുള്ള റേഡിയേഷൻ കടന്നു വരുന്നതിന് അവിടെ നമുക്കൊരു സ്ലിറ്റ് കൊടുക്കാം. Here there is a slit that can be represented by the letter S1. Through the slit S1, the radiations are flowing out from the body. So to capture all these radiations, we can place a concave mirror here. Let's consider this is a concave mirror, that is M1. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ നിന്നുള്ള റേഡിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഒരു പോയിന്റ് സോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഇത് പുറത്തേക്ക് വരുമ്പോൾ ഈ റേഡിയേഷൻസ് ഡൈവേർജ് ചെയ്യും. So these are the radiations that started from this source or a perfectly black body, and this source is started to emit the light from here, and it is passing to a mirror capital M1. ഒരു മിററിലെ വന്ന് വീണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടുന്ന് അതിന് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യും. സോ ഈ റേഡിയേഷൻ ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങ് പോകാം, ഈ റേഡിയേഷന് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങ് പോകാം. അപ്പോൾ ഇത് ഇപ്പം ഇവിടം വരെ എത്തി, അവിടം വരെ നിൽക്കട്ടെ. ഇനി നമ്മളൊരു
ഫ്ലോർ സ്പാർ പ്രിസം. ഇവിടെ നമ്മളൊരു റൊട്ടേഷൻ ഡെസ്ക് വെക്കണം, നമ്മളൊരു റൊട്ടേഷൻ ടേബിൾ അല്ലെ ടേൺ ടേബിൾ, ഒരു സർക്കുലർ ടേൺ ടേബിൾ വെക്കണം. അതേ വെച്ച് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. അതിനകത്ത് നമ്മളൊരു റൊട്ടേഷൻ പ്രിസം കൊടുക്കും. ഇതിനകത്തൊരു പ്രിസം കൊടുക്കുന്നു. ഇതൊരു പ്രിസമാണ്. അതിൻ്റെ പേര് ഫ്ലോർ പാർ പ്രിസം. ഫ്ലോർ FLOU ഫ്ലോർ പാസ്, ഫ്ലോർ പാസ് പ്രിസം. ഇതൊരു ടേൺ ടേബിൾ. നമുക്ക് ഈ പ്രിസം ഇച്ചിരി ഇവിടുന്ന് ലൈറ്ററെ വരുന്ന ഇച്ചിരി മാറിയാ വന്നെങ്കിൽ കറക്കാനൊക്കെ ആയിട്ടൊരു ടേൺ ടേബിൾ. ഈ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് കൃത്യം ഈ ഫ്ലോർ പാസ് പ്രിസത്തിലേക്ക് ഈ വരുന്ന റേഡിയേഷനെ വീഴ്ത്താൻ പറ്റും. അപ്പൊ ഇവിടുന്ന് വരുന്ന റേഡിയേഷൻ എന്ത് പറ്റും? ഇതേ വന്ന് വീഴും. ഇതിവിടെ വന്ന് വീണു. നമുക്കറിയാം പ്രിസമാണ്. ലൈറ്റ് എയറിൽ നിന്ന് വന്ന് പ്രിസത്തിൽ വീണ്. സോ ദർ ഈസ് എ റിഫ്രാക്ഷൻ, ബെൻഡിങ് ഓഫ് ലൈറ്റ് ഈസ് ഓക്കെ. അപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. മാത്രമല്ല, പ്രിസത്തിലൂടെ ഒരു ലൈറ്റ് കടന്നു വന്നു കഴിഞ്ഞാൽ അതിന് റിഫ്രാക്ഷനും നടക്കാം. അറ്റ് ദ സെയിം ടൈം it also undergo to the dispersion. So refraction and dispersion. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഇതാണ് ഒരു സിംഗിൾ ലൈൻ എങ്കിൽ അവിടുന്ന് ഒരു വേരിയേഷൻ കിട്ടുന്ന ഒരു ലൈൻ വരെയും ഇത് വരാം. ഇപ്പൊ ഇവിടുന്നാണെങ്കിൽ മറ്റൊരു ലൈനോട് ഒരു ഫൈനൈറ്റ് വിഡ്ത്തില് ഇവിടം വരെയും വന്ന് വീഴാം. അതുപോലെ ഈ ബെൻഡ് ചെയ്യുന്ന ലൈറ്റും ഇവിടെ മുതൽ ഇവിടം വരെയും വന്ന് വീഴാം. ഇനി നമ്മൾ ഇവിടെ ഒരു അടുത്ത മിറർ M2 കൊടുക്കണം. ദിസ് ഈസ് സെക്കൻഡ് മിറർ M2. ഇതിലോട്ടപ്പോ ഈ റേഡിയേഷൻസ് വന്ന് വീഴും. ഈ റേഡിയേഷൻസ് ഇതിലേക്ക് വന്ന് വീഴും. അവിടെ വന്ന് വീണാൽ ഇതേന്ന് ഇടിച്ചിട്ട് ഇത് നേരെ തിരിച്ച് മുകളിലേക്ക് പോകും. ഇതും ഇവിടെ ഇടിച്ചിട്ട് നേരെ മുകളിലോട്ട് പോകും. അതുപോലെ തന്നെ എത്രമാത്രം വ്യത്യാസമുണ്ടോ ആ റേ ഇവിടെ വന്ന് ഇടിച്ചിട്ട് ഇവിടുന്ന് ബെൻഡ് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ പോകും. ഇത് ഇവിടുന്ന് ഇത്രയും മുകളിലോട്ട് പോകും. ഇതിവിടം വരെ ഇവിടുന്ന് മുകളിലോട്ട് പോവാം. ഇനി ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ വെക്കുന്നതാണ് ബോലോമീറ്റർ. ഇവിടെ ഒരു ബോലോമീറ്റർ വെക്കും. ദിസ് വൺ. അപ്പൊ ഇതൊരു മിറർ ആയിരുന്നു. നമുക്കിവിടെ മിററിന്റെ ഫിഗർ കൊടുക്കാം. സോ ദിസ് ഈസ് എ ബോലോമീറ്റർ. ഈ ബോലോമീറ്ററിലാണ് നമ്മൾ നമ്മുടെ സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുന്നത്. അഭിലാഷ്, എക്സ്പെരിമെന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആണ് സർ. ഒന്ന് പറയാവോ? ആദ്യം നമ്മളൊരു സോഴ്സ്, അതൊരു ഹൈലി ഇലക്ട്രിക്കൽ ഹീറ്റഡ് കാർബൺ ട്യൂബാണ്. അതിൽ നിന്ന് വരുന്ന റേഡിയേഷനെ കുറിച്ചാണ് നമുക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ സ്പെക്ട്രം, അതിന്റെ സ്റ്റഡി ചോദിച്ചാൽ ഇത് എഴുതുന്നത്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ സ്പെക്ട്രം. അതൊരു മിററിൽ വീഴ്ത്തുന്നു. ഒരു ടേൺ ടേബിൾ അല്ലെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ടേൺ ടേബിളിൽ ഒരു 4 പ്രിസം കൊടുക്കുന്നു. 4 സ്പാർ പ്രിസം എന്നാണ് പറയുന്നത്. ഒരു 4 സ്പാർ പ്രിസം കൊടുക്കുന്നു. അതേന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട്, അവിടെ ഒരു പ്രിസം ആയതുകൊണ്ട് അവിടെ റിഫ്രാക്ഷനും ഡിസ്പേർഷനും നടക്കുന്നു. അത് അവിടുന്ന് അടുത്ത മിററിലേക്ക് വീഴ്ത്തുന്നു. അടുത്ത മിററിൽ നിന്ന് ആ സാധനം റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും ബോലോമീറ്ററിൽ വരുന്നു. നമ്മൾ അവിടെ അത് റെക്കോർഡ് ചെയ്യുന്നു. ഫിഗർ വരച്ചെടുത്തേ. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലോട്ട് ഇട്ടേരെ കേട്ടോ. സോ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന റേ ഇവിടുന്ന് ഇവിടെ വന്ന് ഇതേന്ന് വീണ് നമുക്ക് ബോലോമീറ്ററെ കിട്ടി. ഈ ബോലോമീറ്ററിൽ വീണിരിക്കുന്ന
റേയുടെ എനർജി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കാൻ പോവാ. ലെറ്റ് കൺസിഡർ let E lambda is the energy corresponding to the wavelength. Energy corresponds to lambda. ലാംഡ എന്ന് പറയുന്ന ഒരു വേവ് ലെങ്ത്. ഈ വേവ് ലെങ്ത് എങ്ങനെയാ ഡിഫറെന്റ് വേവ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ? ബൈ ദ റൊട്ടേഷൻ ഓഫ് ദ പ്രിസം. ബൈ ദ റൊട്ടേഷൻ ഓഫ് ദ പ്രിസം. By the rotation of the prism, we can adjust to a finite wavelength. Different wavelength നമുക്ക് വീഴ്ത്താൻ പറ്റും. അങ്ങനെ ഡിഫറെന്റ് വേവ് ലെങ്ത് വീഴ്ത്തിയിട്ട് ഇതിനകത്ത് നിന്ന് വന്ന റേ റിഫ്ലക്ട് ചെയ്ത് കിട്ടുന്നതിന്റെ എനർജി നമ്മൾ വരയ്ക്കും. ഇനി എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട്. ഡിഫറെന്റ് ടെമ്പറേച്ചർ ഓഫ് ദ കാർബൺ ട്യൂബ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, ഈ കാർബൺ ട്യൂബിനെ നമ്മൾ ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്തേക്കുക. ഇലക്ട്രിക്കലി ഹീറ്റഡ് കാർബൺ ട്യൂബ്. അപ്പൊ ഇലക്ട്രിക്കലി ഹീറ്റഡ് ആകുമ്പോഴത്തേന് നമുക്കറിയാം പല 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 ടെമ്പറേച്ചർ നമുക്ക് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് 2-3 എക്സാമ്പിൾ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന തന്നെ നോക്കാം. 990 990 കെൽവിൻ, 1100 Kelvin, 1250 Kelvin, 1500 Kelvin and 1650 Kelvin. ഇങ്ങനെ പല കെൽവിനുകളിൽ പല ടെമ്പറേച്ചറുകളിൽ ഈ 4 ഫ്ലോർസ് പെർ പ്രിസം റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള ബോലോമീറ്റർ റെക്കോർഡ് ചെയ്ത എനർജി ഞാൻ നോട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഗ്രാഫ് നമുക്ക് അതനുസരിച്ച് വരയ്ക്കാം. ഇപ്പൊ ഇതാണ് നമ്മുടെ XY ഗ്രാഫ് എങ്കിൽ ആ ഗ്രാഫില് അതിന്റെ വേവ് ലെങ്ത് ആണ് X ഡയറക്ഷനും ആ വേവ് ലെങ്തിന് കറസ്പോണ്ടിങ് ആയ എനർജി E ലാംഡ ആണ് Y ഡയറക്ഷനും എങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു 990 കെൽവിൻ, 1100 കെൽവിൻ, 1250 കെൽവിൻ, 1500 Kelvin, 1650 Kelvin. അപ്പൊ ഇതിന്റെ ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ ഇതിപ്പം 990 ഗ്രാഫ് വരയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് ഒരു ചെറിയ ഷിഫ്റ്റിംഗ്. ഈ പീക്ക് ഒരല്പം ഇങ്ങ് മാറി, വീണ്ടും പീക്ക് ഒരല്പം ഇങ്ങ് മാറി കുറച്ചുകൂടി ഷാർപ്പായി, വീണ്ടും പീക്ക് കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് മാറി ഒരല്പം കൂടി ഷാർപ്പായി. Finally, it's a sharp peak towards the left side that is obtained like this. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ വരച്ചു കഴിഞ്ഞാൽ അല്ലെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിങ്ങനെ പോരും. അപ്പം ഇതാണ് നമ്മുടെ 990 കെൽവിന്റെ, ഇത് 1100 കെൽവിന്റെ, ഇത് 1250 കെൽവിന്റെ, ഇത് 1500 കെൽവിന്റെ, ഇത് 1650 കെൽവിൻ. സോ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വേവ് ലെങ്ത് കുറയുന്നു. ഞാനിത് നേരത്തെ ഒന്ന് പറഞ്ഞതാ, വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പറഞ്ഞു. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും ഇതിനു മുമ്പും പറഞ്ഞാണ്, പല അവസരത്തിൽ നമ്മൾ പറയുന്നതാണ്. അപ്പം വേവ് ലെങ്ത് ടെമ്പറേച്ചർ കൂടിയാൽ വേവ് ലെങ്ത് കുറയുന്നു. അപ്പൊ ഒരു ലെഫ്റ്റ് ഷിഫ്റ്റ് നടക്കും. ഗ്രാഫ് ഷിഫ്റ്റ് ടുവേർഡ്സ് ദ ലോവർ വേവ് ലെങ്ത് ഡയറക്ഷൻ ഓർ ദ മാക്സിമം എനർജി E lambda. E lambda is shift towards the lower wavelength side. അതാണ് നമുക്ക് അപ്പം റിസൾട്ട് കിട്ടിയത്. അപ്പം
നമുക്ക് കിട്ടുന്ന ഈ എനർജി സ്പെക്ട്രയില് ലാംഡ വേഴ്സസ് ഈ ലാംഡ വരച്ചാൽ ഗ്രാഫ് ഇങ്ങനെ ലൈക്ക് ദിസ് കിട്ടും. പക്ഷെ ഡിഫറെന്റ് ടെമ്പറേച്ചർ ഉള്ള ബ്ലാക്ക് ബോഡിയുടെയാണ് വരയ്ക്കുന്നതെങ്കിൽ അതിന് ലെഫ്റ്റിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. വേവ് ലെങ്ത് കുറഞ്ഞെടുത്തോട്ടായിരിക്കും മാക്സിമം എനർജി കിട്ടുന്നതിന്റെ പീക്ക് വരണം. ക്ലിയർ ആയോ? നമുക്ക് ഗ്രാഫിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഇപ്പം മനസ്സിലായി. സോ ഈ കാര്യങ്ങൾ നമുക്കങ്ങ് കോർഡിനേറ്റ് ചെയ്ത് അങ്ങ് പറഞ്ഞാൽ മതി. That are the results and conclusion of the black body spectrum. Results are conclusion. Drawn from the black body spectrum. ഓരോ പോയിന്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ, ഇതിന്റെ 990 കെൽവിന്റെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ വേവ് ലെങ്ത് കൂടുമ്പോൾ ഇന്റൻസിറ്റി എന്നാ ഇത് കൂടി വന്നല്ലേ. ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ വാല്യൂ ഇറ്റ് റീച്ചസ് ടു എ മാക്സിമം, then the intensity is decreased. That is the first point. For a given temperature, the intensity of the radiation increases and then and it is reaches to a particular maximum at a particular value of wavelength, and after that the intensity of heat radiation decreases. അതിനുശേഷം അതൊരു മാക്സിമത്തിലെത്തും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റാർട്ട് ടു ഡിക്രീസ്. നിങ്ങൾ മുഴുവൻ സെന്റൻസ് ആയിട്ട് എഴുതിയെടുക്കണം. So for a given temperature, the intensity of radiation increases and the intensity is reached to a maximum value at a particular wavelength, and after that the intensity is start to decrease. ഇനി മെയിൻ പോയിന്റ് ആയിട്ട് രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് ഈ എനർജി ഡിസ്ട്രിബ്യൂഷൻ. ടെമ്പറേച്ചർ കൂടിയാൽ എങ്ങനെ പറ്റും? when the temperature of the black body increases, ഉണ്ടാവും 900 ആയിരുന്നു, 1000, 1200, 1500. when the temperature of the black body increases, the E lambda or energy emitted at a particular wavelength is also increases. ഇനി മൂന്നാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇത് എങ്ങനെയാ നമ്മൾ പറഞ്ഞേ, ലാംഡ എം എന്ന് എഴുതാം. ഈ മാക്സിമം വാല്യൂവിന് ലാംഡ എമ്മിന് ഒരു ഷോർട്ടർ വേവ് ലെങ്ത് സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ട്. സോ when temperature increases, the lambda maximum for E lambda is shift towards the lower wavelength side. അപ്പം ഇത് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞപ്പം ഓരോന്നോരോന്നും കുറേശ്ശെ ആയിട്ട് അടുത്തേക്ക് ശരി. ഇതാണ് ഇതിനകത്ത് മെയിൻ പോയിന്റ്. ശരിക്കും 6 പോയിന്റ് പറയുന്നുണ്ട്. ഇപ്പൊ 3 പോയിന്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിന്റെ സെക്കൻഡ് പോയിന്റ് അടുത്തതെന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് എഴുതാം അല്ലേ. ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചറിൽ തന്നെ റേഡിയേഷന്റെ ഇന്റൻസിറ്റി വേവ് ലെങ്ത് കൂടുമ്പോൾ കൂടി വരുന്നു, അതൊരു മാക്സിമത്തിൽ എത്തുന്നു, പിന്നെ കുറയും. ഇത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എനർജിയും
കൂടി വരും. അടുത്തത് ഈ മാക്സിമം കിട്ടുന്നതിന്റെ ലാംഡ ഇടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരും. നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് the energy emitted at a particular temperature is not uniformly distributed in different wavelengths. അത് തന്നെയാണ് ഈ പറഞ്ഞത്. ഒരു ടെമ്പറേച്ചറിന്റെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് യൂണിഫോംലി അല്ല. സോ ഈ ലാംഡ ഈസ് നോട്ട് യൂണിഫോം ഫോർ എ particular temperature. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ ഈ ലാംഡ എന്ന് പറയുന്നത് ഒരു യൂണിഫോം അല്ല, അത് വേരി ചെയ്യും. അതെങ്ങനെ വേരി ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് പറഞ്ഞു. ഫിഫ്ത്ത് പോയിന്റ് നമുക്ക് 3 മാർക്കിനെ വെച്ചെങ്കിൽ 6 പോയിന്റ് മിനിമം എഴുതേണ്ടി വരും. ഫിഫ്ത്ത് പോയിന്റ് the area under the graph, that is important. ഇപ്പൊ ഏതെങ്കിലും ഒരു കർവിന്റെ ഏരിയ, ഇപ്പൊ ഇതിന്റെ ഏരിയ എടുത്ത് നോക്കുക, ഇതിനടിയിലോട്ടുള്ള ഇത്ര ഏരിയ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്തോ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ ഇതിനകത്തെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. So the area under the graph gives the total energy emitted as a whole wavelength by that body. അപ്പം the total area gives the total energy emitted. The total area of the graph or under the graph, the total area under the graph gives the total energy emitted. Gives the total energy emitted. അതുപോലെ തന്നെ the total area എന്ന് പറയുമ്പം നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. അതിന്റെ വാല്യൂ ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T⁴. നമ്മൾ നേരത്തെ പറഞ്ഞത് ദാറ്റ് ഈസ് സ്റ്റീഫാൻസ് ലോ. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിന്റെ ഏരിയയും കൂടി വരും. ചെറിയ ടെമ്പറേച്ചർ ആയിരുന്നിട്ട് ഇവിടെ കുറച്ച് ഏരിയ ഉള്ളു. വീണ്ടും ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഇത് ഇത്ര ഏരിയ ആയി മാറും. പിന്നെ മറ്റൊരു ടെമ്പറേച്ചർ ആയപ്പോൾ അതിന്റെ ഏരിയ ഇവിടം വരെയും വർദ്ധിച്ചു, മുകളിൽ മുതൽ ഏറ്റവും താഴെ വരെ എക്സാക്സ് വരെ. അപ്പം the energy emitted by a perfectly black body is directly proportional to the 4th power of the absolute temperature of the black body. So this energy emitted by this body is directly proportional to the 4th power of that body. That maybe you can write as 6 point. ഇങ്ങനെ 6 പോയിന്റുകൾ എഴുതാം. സെയിം പോയിന്റ് തന്നെയാണ് 3 പ്രാവശ്യം റെപ്പീറ്റേഷൻ ആയിട്ട് കിടക്കുന്നത്. അപ്പം ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഇന്റൻസിറ്റി കൂടുന്നു, മാക്സിമത്തിൽ കുറയുന്നു. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ ലാംഡ കൂടുന്നു. പിന്നെ ഈ ലാംഡയ്ക്ക് ഒരു മാക്സിമം വാല്യൂ ലെഫ്റ്റിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ ലാംഡ ഒരു യൂണിഫോം അല്ല. ഒരു ഗ്രാഫിന്റെ ടോട്ടൽ ഏരിയ അണ്ടർ എന്ന് പറയണമായിരിക്കും അതിന്റെ ടോട്ടൽ എനർജി എമിറ്റഡ്. അങ്ങനെ ടോട്ടൽ എനർജി എമിറ്റഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ 4th പവർ ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും.